ആയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണേ. കുട്ടിയും പാരന്റും ഒരുമിച്ചിരുന്ന് കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കാം. വീഡിയോ ഓൺ ചെയ്യൂ എല്ലാവരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ആദ്യം എനിക്ക് അറിയേണ്ടത് മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എക്സാം സൈക്കോളജിയെ പറ്റിയാണല്ലോ സെഷൻ. അപ്പോൾ എനിക്ക് ഏത് ലെവലിൽ നിന്നിട്ട് സംസാരിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് മക്കളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയാമോ? പേരൻസ് മാത്രമാണോ അറ്റൻഡ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, ഹൈസ്കൂൾ മാത്രമല്ല അല്ലേ. ഓക്കെ, ഹയർ സെക്കൻഡറി 2ാം ക്ലാസ്. ഓക്കെ, അപ്പൊ 2ാം ക്ലാസ്സിലുള്ള കുട്ടിക്കും +2 ഉള്ള കുട്ടിക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ പറയണല്ലോ. അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിട്ടാട്ടോ ചോദിച്ചത്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് എക്സാം സൈക്കോളജിയെ പറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ മൊഡ്യൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നൊരു ദിവസം മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സെഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ ഇതേപോലെ പഠിക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മാത്രമല്ല, ഇന്ന് കുറച്ച് പ്രാക്ടിക്കലാണ് ഉണ്ടാവുക, അല്ല തിയറിയാണ് ഉണ്ടാവുക. അതിനുശേഷമുള്ള പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ വരും സെഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ സെഷനിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഏത് രൂപത്തിൽ പഠിക്കണം, സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സും ഹലോ അതേപോലെ ജുവി, ഒന്ന് സൗണ്ട് ഒന്ന് കൂട്ടണേ. ഓക്കെ, മെമ്മറി ടെക്നിക്കും ഒക്കെ അത് അനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ട് മാറും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ സെഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ. അപ്പോൾ എക്സാം സൈക്കോളജി എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ മനഃശാസ്ത്രം അല്ലെ, സക്സസ് ഇൻ എക്സാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസാരിക്കുക. അപ്പൊ പരീക്ഷയുടെ മനഃശാസ്ത്രം, പരീക്ഷാ വിജയത്തിന്റെ മനഃശാസ്ത്രം, പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂള് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ജനുവരി ഇന്ന് 9 അപ്പൊ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു മാസത്തെ പഠനം മാത്രമല്ല, ഈ ഒരു മാസം മാത്രം പഠിക്കാനുള്ള മെത്തേഡല്ല, ഈ എക്സാമിന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഈ മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഹോൾ ലൈഫിൽ നിങ്ങൾ ഏത് രൂപത്തിൽ പഠിക്കണം, ഏത് രൂപത്തിൽ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യണം, ഏത് രൂപത്തിൽ നിങ്ങൾ എക്സാമിനെ നേരിടണം എന്നുള്ള രൂപത്തിൽ ഒരു ഹോൾ ലൈഫിൽ നിങ്ങൾ ഏത് രൂപത്തിൽ ഡെയിലി ബേസിസിൽ ഏത് രൂപത്തിൽ പഠിക്കണം എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ സെഷനിലൂടെ ലഭിക്കും. ഇന്നത്തെ സെഷൻ മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ ഈ എക്സാമോട് കൂടെ നിർത്തിപ്പോന്നവരാണോ? അല്ല അല്ലേ, ഇനിയും നിങ്ങൾ പഠിക്കാൻ പോവാണ്. അതേപോലെ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ കുട്ടി മാത്രമായിരിക്കൂല ഉണ്ടാവുക, വേറെയും കുട്ടികളുണ്ടാവും. അപ്പൊ അവരൊക്കെ ജീവിതത്തിൽ ഡെയിലി ബേസിസിൽ ഏത് രൂപത്തിൽ പഠിക്കണം, ഏത് രൂപത്തിൽ പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ സെഷനിലൂടെ ലഭിക്കുക. അപ്പോൾ ലോങ് ടേം ആയിട്ട് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം, ഡെയിലി ബേസിസിൽ ഏത് രൂപത്തിൽ പഠിക്കാം. അപ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട്, അതേപോലെ കുറച്ച് തിയറീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സെഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളെ കൺസേൺസ് ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്?
ഇപ്പൊ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാം വരെയാണ്, മെയിൻ എക്സാം ബോർഡ് എക്സാം വരെയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബേജാറോ പ്രയാസമോ ഉണ്ടോ, എന്തെങ്കിലും പേടിയുണ്ടോ, അതേപോലെ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണമെന്നുമായി ബന്ധപ്പെട്ടുള്ള സെഷനാണ് നിങ്ങൾക്ക് ഇനി ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങള്, നിങ്ങളുടെ പരാതികള്, പരിഭവങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ചാറ്റിൽ പറയാം. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അതൊന്ന് ടൈപ്പ് ചെയ്യാമോ? അപ്പൊ അതിനനുസരിച്ച് ഈ സെഷൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങളിൽ പരിഹരിക്കപ്പെടും. ആ രൂപത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. ചാറ്റ് ബോക്സിൽ പോരട്ടെ. എന്തൊക്കെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്? പഠനവുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്? നല്ല മാർക്കിൽ വിജയം കിട്ടണം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് നല്ല മാർക്ക് കിട്ടണം. പിന്നെ വേറെന്തൊക്കെയാണ്? ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തോന്നണം. ഓക്കെ, നല്ലൊരു കാര്യമാണ്. എക്സാം ഫിയർ ഓവർകം. ഓക്കെ, അതാണ് നെക്സ്റ്റ് മൊഡ്യൂൾ. അതാട്ടോ, എക്സാം ഫിയറിനെ എങ്ങനെ മറികടക്കാം, അതിനുള്ള പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ഒക്കെ തരൂ കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ആൾ എന്നോട് പേര് മറന്നുപോയി. അപ്പൊ സീക്രട്ട് ഓഫ് സ്കോറിങ് ഹൈ മാർക്സ് ഇൻ എക്സാമിനേഷൻസ്. നമ്മള് ചില സീക്രട്ടുകൾ റിവീൽ ചെയ്യാണ് കേട്ടോ. രഹസ്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എങ്ങനെ എക്സാമിന് ഹൈ സ്കോർ വാങ്ങിക്കാൻ പറ്റും, എങ്ങനെ ഏറ്റവും നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റും, അതിന്റെ സീക്രട്ട് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പലരും പറയുന്ന പരാതികൾ എന്താന്ന് വെച്ചാല് മടിയാണ് പഠിക്കാൻ, അതേപോലെ ബോറടി വരികയാണ്, ഉറക്കം വരികയാണ്, പഠനത്തിന് താല്പര്യമില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ. ഈ മടി എന്ന് പറയുന്നത്, മടി ചിലപ്പോ ഒരു അസുഖമല്ല കേട്ടോ. മടി ഒരു ലക്ഷണം മാത്രമാണ്. എന്താണ്? മടി ഒരു ലക്ഷണമാണ്. എന്തോ ഒരു കാരണത്തിന്റെ ലക്ഷണമായിട്ടാണ് മടി വരുന്നത്. അപ്പൊ നമ്മൾ ചികിത്സിക്കേണ്ടത് ആരെയാണ്? സിംറ്റംത്തെ അല്ല, മടിയെ അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്. പകരം എന്തോ ഒരു കാരണം കൊണ്ടാണ് മടി വന്നത്. അപ്പൊ ആ കാരണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചികിത്സിക്കേണ്ടത്. അതേപോലെ ബോറടി വരുന്നു, അതേപോലെ പഠിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല, അതേപോലെ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു യാത്രയിലൂടെ, ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ള പരിഹാരം ലഭിക്കും കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ മൊഡ്യൂളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സീക്രട്ട് പഠിക്കാം. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് എക്സാം എന്നുള്ളതാണ്. അതായത് ഒരു പരീക്ഷ എന്ന് കേൾക്കുന്ന സമയത്ത് പലർക്കും ആദ്യം വരുന്നത് പേടിയാണ്. അപ്പൊ എന്തുകൊണ്ടാ പരീക്ഷ എന്ന് കേൾക്കുന്ന സമയത്ത് പേടി വരുന്നത്? എന്തുകൊണ്ടാ വരുന്നത്? അതിന്റെ ഉത്തരം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. മക്കളില്ലേ ഇതില്? അപ്പൊ എന്തുകൊണ്ടാ പരീക്ഷ എന്ന് കേൾക്കുന്ന സമയത്ത് പേടി വരുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. എന്തുകൊണ്ടാ? വിജയിക്കോ എന്നുള്ള ഒരു സംശയം. ഓക്കെ, സംശയമുണ്ട് അല്ലേ?
ഓക്കെ. ഓർമ്മ വരുമോ പഠിച്ചത്? ഓക്കെ. ഇതുകൊണ്ടൊക്കെയാണ് എക്സാം പേടിയായിട്ട് വരുന്നത് അല്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ ലെവലില് ആക്കിയത്, ഞാൻ ഈ ലെവലിൽ എത്തിയിട്ടുള്ളത് എക്സാം കാരണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാനൊരു മെയിൻ എക്സാം നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 24-ന് ഞാനൊരു മെയിൻ എക്സാം എഴുതിയിട്ടാണ് ഞാൻ മൈൻഡ് കോച്ച് ആയിട്ടുള്ളത്, നിങ്ങളെ മുന്നിൽ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ എന്നെ ഇന്നീ നിലയിലെത്താൻ സഹായിച്ചത് എക്സാം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലെ തന്നെയാണ് നിങ്ങളിലും. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളത് എക്സാം കാരണമാണ്. മൈക്ക് അതുപോലെ 2-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്താൻ സഹായിച്ചത് ആരാണ്? എക്സാം ആണ് അല്ലേ? അതേപോലെ 9-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിലേക്ക് എത്തിയതും, അതേപോലെ +2-ലേക്ക് എത്തിയതും, +2-ന്ന് ഡിഗ്രിയിലേക്കൊക്കെ എത്താൻ സഹായിക്കുന്നത് ആരാണ്? എക്സാം ആണ്. ഒരു കൊല്ലം മുഴുവൻ സ്കൂളിൽ പോയി നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് എത്തൂല. അപ്പൊ നിങ്ങൾക്ക് പലതും നേടാൻ സഹായിക്കുന്നത് ഈ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാമിനോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റേണ്ടതുണ്ട്. അതായത് ഇന്ന് മുതൽ മക്കള് എക്സാമിന് ഇഷ്ടപ്പെട്ട് തുടങ്ങണം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയും. ഉദാഹരണത്തിന് നമുക്ക് ഒരാളോട് പേടിയാണെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ പോവോ? ഇല്ല. ഇപ്പൊ എന്താ പറയാ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീച്ചർ, ആ ടീച്ചറെ നമുക്ക് പേടിയാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പോവോ? ഇല്ല. പരമാവധി അവരുടെ അടുത്ത് പോവാതിരിക്കാനുള്ള ചാൻസാ നോക്കും. ഇതേപോലെയാണ് എക്സാമും. എക്സാമിനെ നിങ്ങൾ പേടിച്ച് മാറ്റി നിർത്തിയാല് എക്സാം നമ്മളെ പേടിപ്പിക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾ എക്സാമിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാല് എക്സാം നിങ്ങൾ അടുപ്പിക്കും. പിന്നെ നമ്മുടെ ഒരു ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് നിങ്ങളെ ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് പല്ല് കാണിച്ച് ചിരിച്ചേ, പല്ലൊക്കെ കാണിച്ച് പുരികൊക്കെ ഉയർത്തി ഒന്ന് ചിരിക്കുക നല്ല രൂപത്തിൽ. ഈ ചിരിക്കുന്ന സമയത്ത് നിങ്ങളെ ന്യൂറോണുകൾക്കിടയിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുകയാണ്. ഈ സമയത്ത് നിങ്ങളെ ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്. ഓക്കെ. നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാ? പഠിക്കുക, ഒരു വിഷയം പഠിച്ചെടുക്കുക, അതേപോലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുക, വലിയ വലിയ ഡിസിഷൻ എടുക്കുക. ഇതിനൊക്കെയല്ലേ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ ഇതല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കണം. അതായത് നമ്മുടെ തലച്ചോറിന്റെ മുഴുവൻ കഴിവും എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ പറ്റണം. ഇത് ഉപയോഗിക്കാൻ പറ്റുക നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താ, സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താ, നിങ്ങൾ ഇഷ്ടത്തോടെ ഇരിക്കുന്ന സമയത്താ. ഒരു ടെൻഷൻ അടിക്കുന്ന സമയത്ത്, ഒരു ദുഃഖിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ തെറ്റിപ്പോവാറില്ലേ? അത് അതുകൊണ്ടാണ്. ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കൂല. പൂർണ്ണമായിട്ട് നമ്മുടെ ബ്രെയിന് പ്രവർത്തിക്കുക നിങ്ങൾ ഇഷ്ടത്തോടെ സമീപിക്കുന്ന സമയത്ത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താ. ഓക്കെ. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമിന്റെ പിന്നെയുള്ള ബയോളജിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ എക്സാമിനുള്ള മനോഭാവം നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇന്ന് മുതൽ നമ്മൾ എക്സാമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്, പ്രേമിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ. അതിന് തയ്യാറല്ലേ എല്ലാവരും? തയ്യാറല്ലേ? എക്സാമിനെ നമ്മൾ പേടിച്ചാൽ പിന്നെ നമ്മൾ അടുപ്പിക്കൂല. അതേ സ്ഥാനത്ത് നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അടുപ്പിക്കും. ഓക്കെ. നിങ്ങൾക്ക് അതിന് തെളിവായിട്ട് ചില എക്സാമ്പിൾസ് പറയാം. ഇത് കണ്ടോ നിങ്ങൾ? നമ്മൾ 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ എത്തുന്നതിനിടയിൽ നിങ്ങൾ 150ഓളം എക്സാം എഴുതിയിട്ടുണ്ട്. അതേപോലെ 10-ാം ക്ലാസ്സിൽ നിന്ന് 10 പേപ്പർ എഴുതുന്നുണ്ട്. അതേപോലെ +2-ൽ എത്തുന്ന സമയത്ത് 12 പേപ്പർ എഴുതിയെടുക്കുന്നുണ്ട്. അതേപോലെ ഗ്രാജുവേഷന് 30 പേപ്പർ, പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തുന്ന സമയത്ത് 20 പേപ്പർ. ഇങ്ങനെ ഇത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം എക്സാം നമ്മൾ എഴുതുന്നുണ്ട്. അപ്പൊ ഇത്രയും പരിചയമുള്ള ഒരാളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഉണ്ടോ?
ഇത്രയും പരിചയസമ്പന്നമാണ് ഈ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ നിലയിലാക്കിയത് എക്സാം ആണ്. നമ്മൾ പേടിച്ചാൽ എക്സാം നമ്മളെ പേടിപ്പിക്കും, ഉറപ്പാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ സ്നേഹിച്ചു നോക്കിയേ, നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടെ ഇഷ്ടത്തോടെ ഒരു കാര്യം ഏറ്റെടുക്കുകയും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുകയും കൂടെ ചെയ്താൽ പിന്നെ മൂപ്പര് ഫങ്ഷൻ ചെയ്തോളും. നിങ്ങളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയാണ്, എന്താന്ന് എക്സാമ്പിൾ പറയണം, നിങ്ങൾ പഠനത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രെയിനിൽ മനസ്സിൽ കൊടുക്കുകയാണ്. അതേപോലെ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, സന്തോഷത്തോടെയാ സമീപിക്കുന്നതെങ്കിൽ പിന്നെ ബ്രെയിന് പ്രവർത്തിച്ചോളും. ഇപ്പോ ഇതിനെതിരെ, ഇത് എൻ്റെ വാക്കുകളായിട്ട് പറയുന്നില്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് സയൻസും കാര്യങ്ങളും പഠനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് പേരിൽ ഡോക്ടേഴ്സിന്റെ ഇടയിൽ പഠനം നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടെത്തിയത്, സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് 19% ഡോക്ടേഴ്സ് മറ്റുള്ള ഡോക്ടേഴ്സിനേക്കാൾ പെട്ടെന്ന് രോഗനിർണയം നടത്തുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ ചില നമ്മളെ ബിസിനസ് ചെയ്യുന്ന സെയിൽസ്മാൻമാരുടെ ഇടയിൽ പഠനം നടത്തി നോക്കിയ സമയത്ത് സന്തോഷത്തോടുകൂടെ ഇഷ്ടത്തോടുകൂടെ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ള ആളേക്കാൾ കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികളുടെ കേസിലും ഇഷ്ടത്തോടുകൂടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഇഷ്ടത്തോടുകൂടെ പഠിക്കുന്ന കുട്ടികൾ മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ നന്നായി പഠിക്കുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത അങ്ങനെയാണ്. നിങ്ങൾ ഇഷ്ടത്തോടുകൂടെ സമീപിക്കുന്ന സമയത്ത്, നിങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത്, നിങ്ങൾ സന്തോഷത്തോടുകൂടെ സമീപിക്കുന്ന സമയത്ത് പിന്നെ മൂപ്പര് പ്രവർത്തിച്ചോളും. കുറച്ച് ദിവസം നിങ്ങൾ എഫേർട്ട് എടുക്കണം. അതെങ്ങനെയാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഏത് രൂപത്തിലാ പഠിക്കേണ്ടത്, എത്ര മണിക്കൂറാ പഠിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇഷ്ടപ്പെടണം എന്നാ പറയുന്നത്. എങ്ങനെ ഇഷ്ടപ്പെടണം എന്നുള്ളതൊക്കെ അടുത്ത സെഷനിൽ പറയൂ കേട്ടോ. അതിനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. കിടക്കാൻ പോകുന്നതിന്റെ മുന്നേ ചെയ്യേണ്ട ഒരു 3 മിനിറ്റ് ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താനേ ഇഷ്ടപ്പെട്ടോളും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ സീക്രട്ട് എന്താണ്? എക്സാമിന് സ്നേഹിക്കാൻ തുടങ്ങാം. എക്സാമിനെ മെല്ലെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പൊ കേരളത്തിൽ 9ാം ക്ലാസ് വരെ ഒരു കുട്ടിയും തോൽക്കൂല, അല്ലേ? എന്തിനാ പിന്നെ ഭയപ്പെടുന്നത്? 9ാം ക്ലാസ് വരെ ഒരു കുട്ടിയും തോൽക്കൂല. 10ാം ക്ലാസ്സിലാണെങ്കിലോ കേരളത്തിലൂടെ നീളം നോക്കുന്ന സമയത്ത് വിരലിൽ എണ്ണാവുന്ന കുട്ടികളെ എന്ത് ചെയ്യാറുള്ളൂ, തോൽക്കാറുള്ളൂ. 99.9% പാസ്സാണ്, അല്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഇപ്പൊ പരീക്ഷയെ നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതേപോലെ the more exams you write, the more qualifications you have. നിങ്ങൾ എത്രത്തോളം എക്സാം എഴുതുന്നോ അത്രത്തോളം ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ശരിയല്ലേ പറഞ്ഞത്? അതേപോലെ ടു ഗ്രോ ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു റൈറ്റ് മോർ എക്സാംസ്. നിങ്ങൾ ടു ഗ്രോ ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു റൈറ്റ് മോർ എക്സാം. നമ്മൾ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാതെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് പറ്റൂല. നിങ്ങൾക്ക് 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായാലേ +1 അഡ്മിഷൻ കിട്ടുള്ളൂ. അതേപോലെ +2 പാസ്സായാലേ നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടും. ഡിഗ്രി പാസ്സായാലേ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടും. എക്സാം നല്ല ടഫാണെന്ന് പറയുന്നുണ്ട്, അല്ലേ? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ സെഷനിൽ അതിന്റെ തിയറിയാണ്. 2 സെഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ അത് ഓവർകം ചെയ്യാന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ ഡിഗ്രി നിങ്ങൾ പാസ്സായാലേ നിങ്ങൾക്ക് PGക്ക് പോകാൻ പറ്റും. അപ്പൊ പേടിച്ച് മാറ്റി നിർത്തിയാൽ പരീക്ഷ നമ്മൾ മാറ്റി നിർത്തും. അതേ സ്ഥാനത്ത് നിങ്ങൾ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ എക്സാമിനെ മാത്രമല്ല നിങ്ങൾ പഠനത്തെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ അടുപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഠനങ്ങൾ പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ പരീക്ഷയെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ
ചിലര് പറയുന്ന ഒരു പരാതി, ഇത് പറയുന്ന സമയത്ത് പറയുന്ന ഒരു പരാതിയാണ്, പിന്നെ പേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് എക്സാം ഗൗരവത്തിലെടുക്കൂല, പേടി വേണം കുറച്ച് എന്നുള്ള രൂപത്തിൽ പരാതിയായിട്ട് പറയാറുണ്ട്. അതായത് എക്സാമിനെയും ഇതിനൊന്നും ഒരു പേടിയില്ലെങ്കിൽ പിന്നെ കുട്ടികൾ പഠിക്കുവോ എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. അത് പേടിയില്ലാത്തത് കൊണ്ടല്ല ഗൗരവം ഇല്ലാത്തത്, പിന്നെ മറിച്ച് കുട്ടികൾക്ക് എന്തിനാ ഞാൻ പഠിക്കുന്നത്, ഈ എക്സാം എഴുതിയോണ്ട് എനിക്ക് എന്ത് ഗുണാണുള്ളത്, എന്തിനാ ഞാൻ എക്സാം എഴുതുന്നത്, ഈ എക്സാം എഴുതിയോണ്ട് എനിക്ക് എന്ത് ഗുണാണുള്ളത്, ഇതൊരു കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ എക്സാമിനെ ഒരു കുട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുള്ളൂ. ഉദാഹരണത്തിൽ പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ, ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പാട് ഒരുങ്ങി അങ്ങ് ഇറങ്ങി പോവാ. അത് കേൾക്കുമ്പോ തന്നെ ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണ്ടേ അവിടെ പോയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ പോയാൽ, അല്ലെ എങ്കിലല്ലേ നമ്മൾ പോവുള്ളൂ. എന്തെങ്കിലും ഒരു നന്മ നമുക്ക് അതുകൊണ്ട് കിട്ടണം, എന്തെങ്കിലും ഒരു നമ്മുടെ കാര്യം നടക്കണം, എങ്കിലാണ് നമ്മൾ പോവുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഞാൻ ഈ എക്സാം എഴുതണം, എക്സാം എഴുതിയാൽ എനിക്ക് എന്താ ഗുണമുള്ളത്, ഇത് ഒരു കുട്ടിയോട് ചോദിച്ചാൽ ഒരു കുട്ടിക്കും ഇത് അറിയില്ല, ഇതിന് ആൻസർ ഇല്ല. എല്ലാവരും സ്കൂളിൽ പോകുന്നു, ഞാനും പോകുന്നു, എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, പിന്നെ എല്ലാവരും എക്സാം എഴുതാണ്ട് വയ്യില്ല അതുകൊണ്ട് ഞാനും എഴുതുന്നു. ഇതുപോലെ ഒരു ഗോള് നമ്മുടെ കുട്ടിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ സ്പേസിന്റെ കീഴിൽ 1-to-1 മെന്ററിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കുട്ടിയിൽ എന്തായാലും ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗോള് കൊടുക്കും, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കും. കൃത്യമായിട്ട് ആ കുട്ടിക്ക് ഞാൻ എന്തിനു പഠിക്കണം, എന്തിന് ഞാൻ എക്സാം എഴുതണം, എക്സാം എഴുതിയാൽ എന്തൊക്കെ ഗുണങ്ങളുള്ളതെന്ന് ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കും. അപ്പൊ അതാണ് ഞങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മൾ എന്ത് ചെയ്യണോ, ഇത് മനസ്സിലാക്കി കൊടുക്കണം. എന്തിനാ പഠിക്കുന്നത്, എന്തിനാ ഞാൻ സ്കൂളിൽ പോകുന്നത്, എന്തിനാണ് ഈ എക്സാം എഴുതേണ്ടത്, ഇതൊരു കുട്ടിക്ക് ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സാം പ്രാധാന്യത്തോടെ ആ കുട്ടി കാണാം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടാവില്ല, അതിന് എന്താ ഒരു വില കൊടുക്കില്ല. അപ്പൊ ഇതിനൊക്കെയുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരം എന്ന് പറയുന്നതാണ് അടുത്ത സീക്രട്ട്, അപ്ലൈ സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സ് ആൻഡ് മെമ്മറി ടെക്നിക്ക്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പ്രയാസങ്ങൾ, മടിയും അതേപോലെ താല്പര്യമില്ലായ്മ, ഇൻട്രസ്റ്റ് ഇല്ല, അറ്റൻഷൻ ഇല്ല, പിന്നെന്തൊക്കെയായിരുന്നോ പറഞ്ഞത്, പിന്നെ ഓർമ്മക്കുറവ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് അപ്ലൈ സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സ് ആൻഡ് മെമ്മറി ടെക്നിക്ക്. ലേണിംഗ് മെത്തേഡും അതേപോലെ മെമ്മറി ടെക്നിക്കും ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പഠിക്കുന്ന രീതിയിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ പഠിക്കുന്ന രീതിയിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് മറന്നു പോകുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരമാണ് എന്ത്, സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു എന്താണ്, പരീക്ഷയെ നമ്മൾ ഇഷ്ടപ്പെടുക, ഇഷ്ടത്തോടെ സമീപിക്കുക, അതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം. അപ്പൊ ഇതേപോലെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെടുക എന്ന് മാത്രം പറഞ്ഞാൽ അത് നടക്കൂല. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് സെഷനിലായിരിക്കും അതിന്റെ ടെക്നിക്ക് പഠിപ്പിച്ചു തരും. അത് നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ മാക്സിമം ഒരു 21 ദിവസം കഴിയുമ്പോൾ തന്നെ ആ കാര്യം നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇഷ്ടം വരും, പിന്നെ എക്സാം ഫിയർ മാറും, ഇതൊക്കെ ചെയ്യും. അതൊരു നിങ്ങൾ കുട്ടി ഉറങ്ങാൻ പോകുന്നതിന്റെ മുന്നേ ചെയ്യേണ്ട ഒരു 3 മിനിറ്റോളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ്, അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് പറയും, കുട്ടികളോട് പറയും എക്സാമാ വരുന്നത് അതുകൊണ്ട് ഇനി പഠിച്ചോളണം എന്ന് പറയും. അതേപോലെ പേരൻസ് പറയും പിന്നെ അടുത്ത മാസമാണ് എക്സാം, ഇരുന്ന് പഠിക്കുക എന്നുള്ള പോലത്തെ പറയും. ഇങ്ങനെ കുറച്ച് പേര് ഇവരെ എക്സാം ഒരു പേടിപ്പെടുത്തുന്ന സാധനമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, കുട്ടിയിൽ ആ രൂപത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എക്സാം വരുമ്പോൾ പഠിക്കേണ്ട ഒരു സംഗതിയല്ല പഠനം എന്ന് പറയുന്നത്.
എക്സാം വരുമ്പോൾ പഠിക്കേണ്ട ഒരു സംഗതിയല്ല പഠനം എന്ന് പറയുന്നത്. പിന്നെന്താണ്? അതേപോലെ പേരൻസിനോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം, പിന്നെ എക്സാമിന്റെ കാര്യം പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്യരുത്, പേടിപ്പിക്കുവോ വിഷമിപ്പിക്കുവോ പിന്നെ അവരെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. മറിച്ച് നമ്മുടെ കുട്ടിയെ എങ്ങനെ എക്സാമിലോട്ടേക്ക് എത്തിക്കാം, ഇതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അത് ഈ കണ്ടിന്യൂസ് സെഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും, എങ്ങനെയാണ് ഒരു കുട്ടിയെ എക്സാമിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു, എക്സാമിനെ നമ്മൾ ഇഷ്ടപ്പെടുക. രണ്ടാമത്തേത് പറഞ്ഞു, ശാസ്ത്രീയമായിട്ട് എങ്ങനെ പഠിക്കണം, അതേപോലെ പഠിച്ചത് മറന്നു പോവാതിരിക്കാൻ എങ്ങനെ മെമ്മറി ടെക്നിക്ക് ഉപയോഗിക്കണം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേ, ഇപ്പം ജസ്റ്റ് ഒരു തിയറി പറയാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കും അടുത്ത സ്റ്റെപ്പിൽ. മൂന്നാമത്തത് സ്റ്റാർട്ട് പ്രിപ്പറേഷൻസ് ഏർലി. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സും മെമ്മറി ടെക്നിക്കും പറയും, ജസ്റ്റ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. മൂന്നാമത്തത് സ്റ്റാർട്ട് പ്രിപ്പറേഷൻസ് ഏർലി. ഓക്കെ, പറഞ്ഞത് ശരിയാണ്. അപ്പോൾ മിക്ക കുട്ടികളും പഠിച്ചു തുടങ്ങുക ഫെബ്രുവരിയോടടുത്ത്, അല്ലെങ്കിൽ എക്സാമിന്റെ ഒരാഴ്ച മുന്നേ അല്ലെ ഒരു മാസം മുന്നേ ഒക്കെ പഠിച്ചു തുടങ്ങുക അല്ലെ. മിക്ക കുട്ടികളും പഠിച്ചു തുടങ്ങുക അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ജൂണിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്ന സമയം സ്കൂൾ തുടങ്ങിയാൽ പോരെ? അധിക കുട്ടികളും പിന്നെ പഠിക്കാൻ തുടങ്ങുന്നത് ഈ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി, ഈ മാർച്ചിനോട് അടുപ്പിച്ചാ തുടങ്ങുന്നത്. പിന്നെ എന്തിനാണ് ഈ ജൂണിൽ സ്കൂള് പഠനം തുടങ്ങുന്നത്? എന്തുകൊണ്ടാ? എന്തിനാ സ്കൂൾ ജൂണിൽ തുടങ്ങുന്നത്? മക്കളുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്തിനാ ജൂണിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? എക്സാമിന്റെ ഒരാഴ്ച മുന്നെയാണ് പല കുട്ടികളും പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ എക്സാം അടുത്താൽ ക്ലാസ് റൂമിലെല്ലാം ബോർഡുമെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, ചാപ്റ്റർ തീർക്കാനൊക്കെ. പോരട്ടെ. അപ്പോൾ ക്ലാസ്സിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, ഇനി 25 ദിവസം കൂടി എക്സാമിന്, അല്ലെങ്കിൽ 32 ദിവസം ഇനി എക്സാമിന് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും ബോർഡിൽ. എന്തിനാണ് പിന്നെ നേരത്തെ എന്തിനാണ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ, ചാപ്റ്റർ തീർക്കാൻ, ഇതിനൊക്കെയാണ് അല്ലേ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ജൂണിൽ എന്തിനാ സ്കൂൾ തുടങ്ങുന്നത്? ചാപ്റ്റർ തീർക്കണം, പിന്നെ മക്കളില്ലേ, മക്കൾ പറയല്ലോ എന്തിനൊക്കെയാ? റിവിഷൻ വെക്കാന്, നല്ല കാലാവസ്ഥയാ ജൂണിന്. അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? ഏതായാലും പഠിക്കാനല്ല അല്ലെ, പഠിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ ഏതായാലും. അങ്ങനെയാണോ? ടീച്ചർക്ക് പാഠം തീർക്കാനും അതെ പഠിച്ചു തുടങ്ങാനാണ്. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാൽ പറയാ, നേരത്തെ വെച്ചാൽ കലോത്സവം എല്ലാം നടത്താൻ പറ്റുക, നല്ല കാലാവസ്ഥയാ ജൂണില്, പിന്നെ ടീച്ചേഴ്സിന് പോഷൻ തീർക്കണം, ഇതൊക്കെയാ കാരണം പറയാം. ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറണം. നേരത്തെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മാറി ചിന്തിക്കാൻ പോവാണ് കേട്ടോ. കാരണം നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇന്ന് ഈ സെഷനൊക്കെ കേട്ടിട്ട് പോയിട്ട് 3 ചാപ്റ്റർ ഒരുമിച്ചിരുന്നങ്ങ് പഠിക്കാന്ന് വെച്ചാൽ നടക്കൂല. നമ്മളെ നമ്മളെ തലച്ചോറങ്ങ് പണി മുടക്കും. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലേ അത് മെമ്മറിയിൽ, ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുള്ളൂ. നമ്മളെ ബ്രെയിനിനെ ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. നമ്മളെ ബ്രെയിൻ ആ രൂപത്തിലാണ്. അതായത് ഒരു മാരത്തോണ് ഓടാൻ ആഗ്രഹമുള്ള ആൾ ഒരു ദിവസം 10 അടി എടുത്തു വെക്കുക, 10 സ്റ്റെപ്പ് എടുത്തു വെക്കുക. ഇതാണ് നിലനിൽക്കുള്ളൂ, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഒരു ദിവസം ഇപ്പോ എക്സസൈസിന്റെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആള് ട്രാൻസ്ഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒന്നാമത്തെ ദിവസം തന്നെ 1 മണിക്കൂറൊക്കെ അങ്ങ് ചെയ്യും. രണ്ടാമത്തെ ദിവസം അത് 3/4 മണിക്കൂറായിട്ടുണ്ടാവും. മൂന്നാമത്തെ ദിവസം അരമണിക്കൂറായിട്ടുണ്ടാവും. അഞ്ചാമത്തെ ദിവസം തൊട്ട് ഉണ്ടാവൂല. ആ രൂപത്തിൽ കാണാറില്ലേ? അതെന്തുകൊണ്ടാ? നമ്മുടെ ബ്രെയിനിനെ രൂപം എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാം. അതായത് ആറ്റോമിക് ഹാബിറ്റ്, സ്മോൾ ഹാബിറ്റ്, ബേബി സ്റ്റെപ്പ് എന്നൊക്കെ ഇതിന് പറയാം. അതായത് നമ്മുടെ ബ്രെയിൻ ആ രൂപത്തിലാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ തുടങ്ങാം, ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു 21 days എങ്കിലും ചെയ്യുന്ന സമയത്താണ് ഒരു ട്രാൻസ്ഫർമേഷൻ ലഭിക്കുക. നിങ്ങളിൽ മാറ്റം ഉണ്ടാവുക, നിങ്ങളിൽ പുതിയൊരു ഹാബിറ്റ് ഉണ്ടാവുക. ആ രൂപത്തിലാണ് നമ്മുടെ ബ്രെയിന്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ ഇത് ഫുള്ളങ്ങ് പഠിച്ചെടുക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. നമ്മുടെ ബ്രെയിനിൽ കുറഞ്ഞ കുറഞ്ഞ രൂപത്തിൽ പഠിക്കുന്ന സമയത്താണ്, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുക. അപ്പൊ മറന്നു പോകുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ലോഡായിട്ട് പഠിക്കുന്നത് കൊണ്ടാ. ഒന്നിച്ചങ്ങ് പഠിക്കുന്നതാണ് ഒന്നാമത്തെ കാരണം. കുട്ടികളിൽ മറവി എന്നൊരു സംഭവം നടക്കുന്നത് ഒന്നിച്ച് പഠിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ബ്രെയിനിന് താങ്ങൂല, അത് നടക്കൂല. ബ്രെയിൻ അങ്ങ് പണി മുടക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പഠിക്കേണ്ട കാര്യങ്ങൾ പാർട്ടാക്കിയിട്ട് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു 21 ദിവസം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എഫേർട്ട് എടുത്തിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പോ ഇപ്പൊ ഒരുപാട് മക്കളുടെ അവസ്ഥ നോക്കിയാല് വൈകുന്നേരം ബുക്ക് കൊണ്ടാക്കും, ബാഗ് കൊണ്ടാക്കും, രാവിലെ അതേപോലെ എടുത്തു പോകുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ടീമിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? അതെന്തുകൊണ്ടാ അവരങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് അവരെ സിബെല്ലാം തുറന്നിട്ട് ആ സിബിനൊന്നും കേട് വരരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് സംഭവം. ബാഗ് തൊടണ്ട, തൊട്ടാല് ചളി പോരങ്ങും. അതേപോലെ സിബ് തുറന്നൊക്കെ നോക്കിയാൽ സിബ് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, വൈകുന്നേരം കൊണ്ടാക്കും, പിറ്റേന്ന് രാവിലെ അതേ ബാഗ് എടുത്തിട്ട് പോകും. ടിഫിൻ ബോക്സ് ചേഞ്ച് ചെയ്യും കേട്ടോ, ഫുഡ് മെയിൻ ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ടീമിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ആർക്കെങ്കിലും? മക്കളുണ്ടെങ്കിൽ പറ. അങ്ങനത്തെ ടീമിനെ പരിചയമുണ്ടോ ആർക്കെങ്കിലും? പരിചയമുണ്ടോ? ബാഗ് പോരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് വൈകുന്നേരം കൊണ്ടയച്ച ബാഗ് പിറ്റേന്ന് എടുത്തിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടോ ഏതെങ്കിലും വീട്ടില്? ഉണ്ടോ? അങ്ങനത്തെ ടീം എന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ എന്താ ചെയ്യാന്ന് വെച്ചാല് എക്സാം വരുന്ന ഒരാഴ്ച മുന്നേ അങ്ങ് പഠിക്കാൻ തുടങ്ങി വരും. ഒന്നായിട്ടങ്ങ് പഠിക്കും, എന്നിട്ട് ഒന്നായിട്ടങ്ങ് മറക്കും. ഇതാണ് ഈ ടീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് നമ്മുടെ ബ്രെയിനിൽ പഠിക്കുന്ന രൂപമല്ല, ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന രൂപമാണ് നമ്മുടെ ബ്രെയിനിന്. അതാണ് കഴിവ്. ഈ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല കേട്ടോ. ഇത് എളുപ്പമല്ല. നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കുക, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, ഒരു പ്രശ്നം പരിഹരിക്കുക, മാത്സിൽ ഒരു വർക്ക് ചെയ്യുക എന്നുള്ള പറഞ്ഞാല് ഇത് സിമ്പിൾ പരിപാടിയല്ല. പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബ്രെയിൻ അപ്രോച്ച് എന്ന് പറയും. നമ്മൾ ബ്രെയിന് മുഴുവൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് സിമ്പിൾ ആയ ഒരു പ്രോസസ് അല്ല. പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിന് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ ബ്രെയിന് 2 കാര്യങ്ങൾ കിട്ടണം. ഒന്നാമത്തേതാണ് എന്ത്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എങ്ങനെയാ ലഭിക്കുന്നത്? ഫുഡിലൂടെയാണ് കഴിക്കുന്നത്. അങ്ങനെയാണ് എനർജി ലഭിക്കുന്നത്. ഒന്നാമത്തത് ഗ്ലൂക്കോസ്, അത് നമുക്ക് ലഭിക്കുന്നത് ഫുഡിലൂടെയാണ്. രണ്ടാമത്തത് ബ്രെയിന് പഠിക്കണമെങ്കിൽ നന്നായിട്ട് ഓക്സിജൻ കിട്ടണം. ഈ 2 കാര്യങ്ങൾ കിട്ടണം. അപ്പൊ നിങ്ങൾ കാണാറില്ലേ, നന്നായിട്ട് പഠിച്ചാല് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങും. അങ്ങനെ അനുഭവം ഉണ്ടോ? അതേപോലെ നന്നായിട്ട് പഠിച്ചാൽ പിന്നെ ഭയങ്കര
ക്ഷീണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യമല്ല. ബ്രെയിന് നന്നായിട്ട് പ്രവർത്തിക്കണം, ബ്രെയിന് നന്നായിട്ട് വർക്ക് ചെയ്യണം. ബ്രെയിന് നല്ല ബുദ്ധിമുട്ടാണ് പഠിക്കുക എന്നുള്ള ഒരു പറയുന്ന സംഭവം. അതായത് ഇപ്പോ ഇപ്പോ പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ കാണണം, കേൾക്കണം, അതേപോലെ അതായത് വിഷ്വല്, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി, ജസ്റ്റേറ്ററി എന്നൊക്കെ പറയും. ഇപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ ഒരു പഠനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഈ ബ്രെയിന് മുഴുവൻ ഒരുമിച്ച് നന്നായി പ്രവർത്തിക്കുമ്പോഴാണ് പഠിക്കാൻ പറ്റുക, ഒരു സാധനം അങ്ങ് പഠിച്ചെടുക്കാൻ പറ്റുക. ഇതൊരു സിമ്പിൾ പ്രോസസ്സ് അല്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇരുന്ന് മുഴുവൻ പഠിക്കുകയാണെങ്കിൽ ബ്രെയിൻ ആകെ കൺഫ്യൂഷൻ ആവും. ഇതെന്ത് പറ്റി, ഇവനിതെന്ത് പറ്റി, ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു പരിപാടി. എക്സാം എടുത്തിട്ട് ഒരു ദിവസം 3 ചാപ്റ്റർ 9 ചാപ്റ്ററിൽ ഒരുമിച്ച് അങ്ങ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ബ്രെയിൻ എന്ത് വിചാരിക്കും, ഇവനിതെന്ത് പറ്റി, ഇത്രയും ദിവസം ഇല്ലാത്തൊരു പരിപാടിയാണല്ലോ ഇത് എന്ന രൂപത്തിൽ ചിന്തിക്കും. അപ്പൊ ബ്രെയിൻ അങ്ങ് കൺഫ്യൂഷൻ ആവും. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യൂല, ഈ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ബ്രെയിൻ ഒത്തുപോവാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒത്തുപോകാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഒത്തുപോവാതിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ബോറടിക്കുന്നത്, ഉറക്കം വരുന്നത്, ബ്രെയിന് പണി മുടക്കുകയാണ്. അതുമായി ഒത്തുപോവാൻ ബ്രെയിന് പ്രയാസമാണ്. അതുകൊണ്ടാണ് ബോറടിക്കുന്നത്, മടി വരുന്നത്, അതുപോലെ പഠിക്കാൻ താല്പര്യമില്ലായ്മ വരുന്നത്, ഇൻട്രസ്റ്റ് മൊത്തം പോകുന്നത്, അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടൂല. ഇങ്ങനത്തെ പരാതികളൊക്കെ വരാൻ തുടങ്ങും. കാരണം ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുറേ കാര്യങ്ങളും പഠിക്കല്, ഇത് ബ്രെയിന് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ബ്രെയിൻ അങ്ങ് പണി മുടക്കും. അപ്പൊ നിങ്ങള് ബ്രെയിൻ എന്ന് പറയുന്നത് വലിയ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ കണ്ടിട്ട് അത്ഭുതം കൂറാറില്ലേ. ഇപ്പോ ഇവർ വന്നത് പുതുതായിട്ട് AGI അല്ലേ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഇനി വരാൻ പോകുന്നതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെടാറില്ലേ, അല്ലേ? ഇതൊക്കെ എവിടുന്ന്, ഇത് ആരുണ്ടാക്കിയതാ? നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ ഉണ്ടാക്കിയതാ. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ശക്തികളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും പവർ ഉള്ളതാണ് നമ്മുടെ ബ്രെയിന്. അപ്പൊ അത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും. അതെങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, മെമ്മറി ടെക്നിക്ക് എന്തൊക്കെയാണെന്നാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, ഒരു ചെറിയ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത് എപ്പോഴാ തുടങ്ങേണ്ടത്? ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒന്നുമല്ല തുടങ്ങേണ്ടത്, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അതിനാണ് ജൂണിൽ എക്സാം സ്കൂൾ തുറക്കുന്നത്. ജൂണിൽ നിങ്ങൾ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ തുടങ്ങണം. ഏത് രൂപത്തിൽ പഠിക്കേണ്ടതെന്ന് ഇനി പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ബട്ട് ഡെയിലി നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ, അതായത് ഒരു 6ാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ പിന്നെ 1 മണിക്കൂർ പഠിക്കണം. 1 മണിക്കൂർ ഡെയിലി നിങ്ങൾ പഠിക്കാൻ, എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനിരിക്കണം. ഡെയിലി എന്ത് ചെയ്യണോ, ഒരേ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം, ഒരേ സ്ഥലത്ത് പഠിക്കാനിരിക്കണം. ഈ 2 പോയിന്റ് നോട്ട് ചെയ്യണേ. 7ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടി 1.5 മണിക്കൂർ പഠിക്കാനിരിക്കണം ഡെയിലി. ഏത് രൂപത്തിലാണ് പഠിക്കാനിരിക്കേണ്ടത്? ഒരേ സമയത്ത് പഠിക്കാനിരിക്കണം, അതേപോലെ ഒരേ സ്ഥലത്ത് പഠിക്കാനിരിക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമുക്ക് അറിഞ്ഞൂടെ അതെന്തുകൊണ്ട് അങ്ങനെ പറയും, ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് പഠിക്കാനിരിക്കണമെന്ന് എന്തുകൊണ്ടാ പറഞ്ഞെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരു ഉദാഹരണത്തെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ ഡെയിലി വൈകുന്നേരം ചായ കുടിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഡെയിലി നിങ്ങൾ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ചായ കുടിക്കുന്ന ഒരാൾ ഒരു ദിവസം ചായ കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാറില്ലേ?
അതേപോലെ രാവിലെയൊക്കെ ഡെയിലി ടോയ്ലറ്റിൽ പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം ടോയ്ലറ്റിൽ പോയിട്ടില്ലെങ്കിൽ വേറൊന്നൊരു സിഗ്നൽ വരാറില്ലേ? അല്ലേ? അതായത് ഇതിന്റെ അർത്ഥം എന്താ? നിരന്തരമായിട്ട് നാം ഒരു ശീലം ഉണ്ടാക്കിയെടുത്താല്, നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്താൽ അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാല് ബ്രെയിന് മെല്ലെ 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 അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ സെയിം മെത്തേഡ് നമ്മൾ പഠനത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾ ഡെയിലി ഒരു സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് പഠിക്കാനിരുന്നാല്, ഡെയിലി അത് ചെയ്തുകൊണ്ടിരുന്നാല്, നിങ്ങൾ ഒരു 21 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് ഡെയിലി ആ സമയമാകുമ്പോൾ ആ സ്ഥലത്ത് പോയിരിക്കും കുട്ടി. മനസ്സിലായോ? ആ സമയമാകുമ്പോൾ കുട്ടി ആ സ്ഥലത്ത് പോയിരിക്കും. ആ സ്ഥലത്ത് പോയിരുന്നാൽ പിന്നെ ബ്രെയിന് പഠിക്കാൻ വേണ്ടിയിട്ട് സജ്ജായിട്ട് ഒരുങ്ങും. ആ സമയത്തേക്ക് ഒരുങ്ങും. പിന്നെ ബ്രെയിൻ എന്ത് ചെയ്യും? പ്രവർത്തിച്ചോളും. മൂപ്പർക്ക് സാധനം കിട്ടിയാലേ പിന്നെ ബ്രെയിൻ പ്രവർത്തിച്ചോളും. അതിന് തെളിവായിട്ട് നിങ്ങൾ കാണാറില്ലേ? അതിന് ആദ്യം കുറച്ച് ദിവസം നിങ്ങൾ എഫേർട്ട് ഇടേണ്ടി വരും. അതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ ബെസ്റ്റ് എക്സാമ്പിൾ, ബ്രെയിനിന്റെ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓട്ടോമേഷൻ എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടും. എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് പഠിക്കാറില്ലേ നമ്മൾ? ആദ്യം പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ പഠിക്കാറുള്ളത്? സ്റ്റെയറിങ്ങും ഗിയറും പിന്നെ എല്ലാം മാറിപ്പോകുന്ന രൂപത്തില്, അതുപോലെ സോങ് ഒന്നും ആസ്വദിക്കാൻ പറ്റൂല, അപ്പുറത്തിരിക്കുന്ന ആളോട് സംസാരിക്കാൻ പോലും നമുക്ക് പറ്റൂല. ഭയങ്കര കോൺഷ്യസ് ആയിട്ടല്ലേ സ്റ്റെയറിംഗ് ഒക്കെ പിടിച്ചിട്ട് ക്ലച്ച് മാറിപ്പോവോ ബ്രേക്ക് മാറിപ്പോവോ എന്നൊക്കെ പേടിച്ചിട്ട് കോൺഷ്യസ് ആയിട്ടല്ലേ നമ്മൾ ഡ്രൈവ് ചെയ്യുക? അതേ സ്ഥാനത്ത് നിരന്തരം ഡ്രൈവിങ്ങിലൂടെ ഒരു മാസമൊക്കെ ആകുന്ന സമയത്ത് പിന്നെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നില്ലേ? പിന്നെ ഡാൻസ് കളിച്ചും പാട്ട് ആസ്വദിച്ചും അപ്പുറത്തുള്ള ആളോട് ഇപ്പുറത്തുള്ള ആളോടൊക്കെ സംസാരിച്ച് നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതേപോലെ ആദ്യം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇതുപോലെ മടി വരും, പ്രയാസം വരും, മനസ്സിലാവൂല. കാരണം ഈ സെഷനൊക്കെ കേട്ട് നിങ്ങൾ നാളെ പോയി ഇരുന്നാല് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ വരും. മനസ്സിലാവൂല, ബോറടി വരും, ഉറക്ക് വരും. കാരണം ഇത് ശീലമില്ലാത്ത പരിപാടിയാ. അതേ സ്ഥാനത്ത് ഇത് നിങ്ങൾ നിരന്തരം ചെയ്താല്, ഒരു 21 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ 22ാമത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. പഠിക്കാനുള്ള താല്പര്യം വരും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ ആ ഒരു ക്ഷമയോടുകൂടെ ഇനി എല്ലാവരും ആ രൂപത്തിൽ പഠിക്കുകയല്ലേ? എല്ലാവരും റെഡിയല്ലേ? അതേപോലെ പാരൻസ് കേൾക്കുകയാണെങ്കിൽ ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ജൂൺ 1 മുതൽ തന്നെ നമ്മൾ ഈ രീതി ഫോളോ ചെയ്യുക. ഇപ്പൊ ഞാൻ പഠിക്കണോന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഏത് രൂപത്തിൽ പഠിക്കണമെന്നുള്ളത് എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിലാ പറയാ. കാരണം എത്ര സമയാ പഠിക്കേണ്ടത്, ഏത് രൂപത്തിൽ എത്ര മിനിറ്റാണ് ഒരു കാര്യം പഠിക്കേണ്ടത്, പിന്നെ എത്ര മിനിറ്റാണ് റെസ്റ്റ് എടുക്കേണ്ടത്, അതേപോലെ അത് കഴിഞ്ഞിട്ട് ഏത് രൂപത്തിലാ ഓർത്ത് വെക്കേണ്ടത് എന്നൊക്കെ പറയാ അടുത്ത ക്ലാസ്സിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണം, അതിന് ഇമ്പോർട്ടൻസും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ രാത്രിയാവാം. സമയം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് രാത്രിയാവാം, അല്ലെങ്കിൽ ചിലർക്ക് ഏർലി മോർണിംഗിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ 1 മണിക്കൂർ പഠിക്കാനിരിക്കണം. ഒരേ സ്ഥലത്തിരിക്കുക, ഒരേ സമയത്ത് പഠിക്കാം. ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത്, അല്ല, ഒരു 7ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് 1.5 മണിക്കൂർ എന്ത് ചെയ്യുക? പിന്നെ പഠിക്കാനിരിക്കുക. അപ്പൊ ഈ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കുട്ടീനെ അസസ് ചെയ്ത് ആ കുട്ടിക്ക് ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ഈ പഠന രീതിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞങ്ങളെ മെന്ററിങ്ങിലൂടെ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ രൂപത്തിൽ 1.5 മണിക്കൂർ 7ാം ക്ലാസ്സിലെത്തുന്ന ഒരു കുട്ടി ഒരു 1.5 മണിക്കൂറെങ്കിലും ഡെയിലി പഠിച്ചിരിക്കണം. ഓക്കെ? അപ്പോൾ കുറഞ്ഞ സമയം സ്കൂളിൽ പഠിക്കുക, പിന്നെ കുറച്ച് സമയം മദ്രസയിൽ പഠിക്കുക, ആ രൂപത്തിൽ. എന്നാൽ 8ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് അത് 2 മണിക്കൂറിലേക്കാക്കിയിട്ട് മാറ്റണം. ഒരു 8ാം ക്ലാസ്സിലെത്തുന്ന കുട്ടി. അതേപോലെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക്, 9ാം ക്ലാസ്സുകാരാണ് കൂടുതലുള്ളത്, നേരത്തെ ടൈപ്പ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം. മിനിമാണ് 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം. ഓക്കെ?
അതായത് നിങ്ങൾ 24 അവർ ഇതെല്ലാം ഈ പറയുന്ന രീതിയെല്ലാം വീട്ടിൽ നിന്ന് പഠിക്കേണ്ട രീതിയാട്ടോ പറയുന്നേ. സ്കൂളിലെ കഥയല്ലേ പറയുന്നേ. നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കഥയാ പറയുന്നത്. അപ്പോൾ 24 അവറിൽ നിങ്ങൾ 3 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്. 3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇത് എപ്പോഴാ തുടങ്ങേണ്ടത്? ജൂൺ 1 മുതലാണ് തുടങ്ങേണ്ടത്. ഓക്കെ. ഏത് കൊല കൊമ്പനെയും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് പറയൂലേ ചില സബ്ജക്റ്റ് എനിക്ക് ടഫാന്നൊക്കെ, അതൊക്കെ പഠിച്ച് നിങ്ങൾ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ബ്രെയിനിലേക്ക് കൊടുത്താൽ പിന്നെ മൂപ്പര് പ്രവർത്തിച്ചോളും. ഏത് സാധനവും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പകരം നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുക? ഡെയിലി പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കും, ടഫ് തിരിഞ്ഞു നോക്കൂല. എന്നിട്ട് ഇല്ല ഇല്ല എക്സാം ദിവസം എടുക്കുമ്പോൾ ഇല്ല. ഞാന് മാത്രം മറ്റന്നാളത്തെ കളി ആദ്യം പ്ലാൻ മ്യൂട്ട് ചെയ്യണേ. അപ്പൊ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്? 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് 3 മണിക്കൂറെങ്കിലും പഠിച്ചിരിക്കണം. ആ 3 മണിക്കൂറെങ്കിലും പഠിച്ചാൽ മാത്രം മതി. എന്ന് പറഞ്ഞാല് വലിയ തുടരല്ലേ വലിയ തുടരല്ലേ അതായത് 3 മണിക്കൂറെങ്കിലും പഠിച്ചാൽ മാത്രം മതിയാവും. ഈ വലിയ വലിയ IAS ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ അവരെ പറ്റി പഠിക്കുന്ന സമയത്ത്, അതേപോലെ ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡ് നേടിയ വലിയ മെമ്മറിയുള്ള ആൾക്കാരൊക്കെ വെച്ച് പഠനം നടത്തിയ സമയത്ത്, ഇപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരെന്നെ നോക്കിയാൽ അവർക്ക് കുടുംബം ഉണ്ടാവും, അതേപോലെ കൂട്ടുകാരുണ്ടാവും, ജോലി ഉണ്ടാവും. എങ്കിൽ പോലും അവർ വലിയ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അല്ലെ. വലിയ സ്ഥാനത്ത് അവര് പഠിക്കുന്ന നോക്കുന്ന സമയത്ത് അവർ 3 മണിക്കൂർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതെന്താണ്? അവർ കുറച്ച് കൊല്ലങ്ങളായിട്ട് 3 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. ഈ സയന്റിഫിക് ലേണിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും, മെമ്മറി ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. ഇനി വരുന്ന സമയത്ത് ജൂൺ 1 മുതൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. എന്ത് ചെയ്യുക? ഒരേ സ്ഥലത്തിരിക്കുക, ഒരേ സമയത്തിരിക്കുക. അപ്പൊ എന്തൊക്കെയാ? നമ്മളിപ്പോ ഒരു കുട്ടി മഗ്‌രിബിന് ഇരിക്കുകയാണെങ്കിൽ, ഒരു 7 മണിക്ക് ഇരിക്കുകയാണെങ്കിൽ 9 മണി വരെ ഇരിക്കുക. 9 മണി വരെ എല്ലാ ദിവസവും ഇരിക്കുക, ഒരേ സ്ഥലത്ത് ഇരിക്കുക, ഒരേ സമയത്ത് ഇരിക്കുക. ഇതാണ് അതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാൻ നമുക്ക് എന്നും ഒരേ സമയം. അപ്പൊ 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി 1.5 മണിക്കൂർ, 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി 2 മണിക്കൂർ, 9, 10 സമയത്ത് ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നാളെ അങ്ങ് പഠിക്കാൻ പോയാൽ ഒരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ മാത്രം കേട്ടോ, നാളെ പഠിക്കാൻ പോയിട്ട് ഇരുന്നാല് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതുവരെ ശീലമില്ലാത്തൊരു പരിപാടിയാണല്ലോ. അതേപോലെ ഉറക്കം വരും, നിങ്ങൾക്ക് ബോറടിക്കും, കോൺസെൻട്രേഷൻ കിട്ടൂല, അതേപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ കുട്ടികളോടാ പറയുന്നത്, നിങ്ങളോട് തന്നെ പറയാം, ഞാൻ നിർത്തിപ്പോവൂല, ഇതുകൊണ്ടൊന്നും ഞാൻ എന്ത് ചെയ്യൂല, നിർത്തിപ്പോവൂല എന്നുള്ളത് നിങ്ങളോട് തന്നെ പറയുക. കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, 21 ദിവസം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. 22ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, 22ാമത്തെ ദിവസം മുതൽ നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലായി തുടങ്ങും. നിങ്ങൾക്ക് പരീക്ഷയോട് ഇഷ്ടം വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങൾ കോൺഫിഡൻസ് കൂടും, നിങ്ങൾ അറ്റൻഷൻ കൂടും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. അപ്പൊ എന്ത് ചെയ്യുക? ഈ രൂപത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ ഒരു ജൂൺ, ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇനി വരും വർഷത്തിൽ ജൂൺ ആദ്യം മുതൽ തന്നെ ഈ രൂപത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? ഒന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മടി വരും. കാരണം ബ്രെയിൻ ആ രൂപത്തിലാണ്. പഠിക്കുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ് അല്ല. പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ബ്രെയിന് പണിമുടക്കും, നമുക്ക് എന്ത് ചെയ്യും? ബോറടിക്കാൻ തുടങ്ങും, മടി വരാൻ തുടങ്ങും, പഠനത്തോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത വർഷം മുതൽ നമ്മൾ ഈ രൂപത്തിലാട്ടോ പഠിക്കുന്നത്. അടുത്ത സെഷനിൽ എങ്ങനെയാ പഠിക്കേണ്ടതെന്നും കൂടെ പറയൂ കേട്ടോ. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, നിത്യാഭ്യാസി ആനയെ ചുമക്കും അല്ലേ എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അപ്പൊ നിത്യം നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ മാറ്റം വരും.
അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ദിവസവും നിങ്ങൾ ഒരേ സമയത്ത് പഠിക്കുക, അതേപോലെ ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുക. അപ്പൊ ഇതുവരെ തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ തുടങ്ങിയ ഒരാളാണെങ്കിൽ ഇപ്പൊ 10ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാവും, തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾ തുടരുക. അപ്പൊ അടുത്ത വർഷം സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാർട്ട് ഏർലി, പ്രിപ്പറേഷൻ ഏർലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം തുടങ്ങുക. എക്സാം അങ്ങ് വരുമ്പോൾ പഠിക്കാൻ തുടങ്ങേണ്ട ഒരു സംഭവമല്ല പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പഠനവും മടി പ്രശ്നങ്ങൾ പറയുന്നതൊക്കെ സിംറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ആ കാരണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2ാം ക്ലാസ്സിലെ കുട്ടിക്കും അതേപോലെ +2 കുട്ടിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെഷനിൽ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാ, നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാൻസർ രോഗത്തെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന ഒരു സാധനമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അല്ലെ. കാർസിനോജൻസ് എന്ന് പറയും. നമ്മളെ അകത്തെ ശരീരത്തെ കാർന്നു തിന്നും, നമ്മുടെ നല്ല കോശങ്ങളെ നശിപ്പിക്കും. ഇതേപോലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാൻ നേരെയില്ല. പ്രോക്രാസ്റ്റിനേഷൻ, അതായത് നീട്ടി വെക്കുക. അതായത് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, അതിന്റെ പിറ്റേന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വെക്കുക. നാളെ എന്ന് പറഞ്ഞിട്ട് നീളയായി പോകുന്ന ഒരവസ്ഥ. അത് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കും, ഒരു ജനറേഷനെ മൊത്തം നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ കഴിവുകളെ നശിപ്പിക്കും ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന വില്ലൻ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ പറ്റിയാണ് അടുത്ത സെഷൻ. അതേപോലെ എക്സാം ഫിയറിനെ പറ്റിയിട്ടായിരിക്കും സെഷൻ ഉണ്ടാവുക. ഈ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള 9 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിനെ ഇഷ്ടപ്പെടണം. എങ്ങനെയാണ് ഇഷ്ടപ്പെടുക? ഇതൊക്കെ ക്ലാസ് കേട്ട് നാളെ പോയിട്ട് ഞാൻ ഇഷ്ടപ്പെടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന ടെക്നിക്ക് പഠിപ്പിക്കും. അതായത് ഒരു ആഴ്ച ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ റിസൾട്ട് കാണും കേട്ടോ. അതേപോലെ എക്സാം ഫിയർ മാറാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത സെഷനിൽ പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും സമയം എന്നെ കേട്ട എല്ലാ മക്കൾക്കും അതേപോലെ പാരൻസിനും ഒരുപാട് നന്ദി പറഞ്ഞതുകൊണ്ട് താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.